ഫ്രീലാൻസ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ കേരളത്തിൽ സർവൈവ് ചെയ്യൽ ഈസിയല്ല. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ ചെയ്തുകൊണ്ട് നിൽക്കാനായിട്ട് ഒരു ജോലി ആവശ്യമാണ്. ആ ജോലി കൃത്യമായിട്ട് എനിക്ക് ആ സമയത്ത് കിട്ടി എന്നുള്ളതാണ്. സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഈ പറയുന്ന നമുക്ക് 2010 നിയമനം കിട്ടുന്നതോട് കൂടിയിട്ട് പിന്നെ എനിക്കൊന്നും നോക്കാനില്ല. എൻ്റെ റൂട്ടിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് അത് വന്നു ശമ്പളം വരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ അവിടെ ഒതുങ്ങിക്കൂടിയില്ല. ഞാൻ ഒതുങ്ങിക്കൂടാൻ കാരണം എന്നിലെ ആർട്ടിസ്റ്റിനത് കഴിയില്ല. ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കണക്ക് തന്നെ എൻ്റെ ഡ്രീമുകൾ പൂർത്തീകരിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. വേൾഡ് ടൂർ പഠിച്ചു തുടങ്ങിയപ്പോഴുള്ളൊരു ആഗ്രഹമാണ് തിയേറ്റർ കൊണ്ട് ഇങ്ങനെ ടൂർ ചെയ്തുകൊണ്ട്. ശരിക്കും എനിക്കൊരു പെർമനൻറ്റ് ജോലിയേക്കാൾ ഇഷ്ടമുള്ള പരിപാടി അതാണ്. പക്ഷേ ഇത് നിന്നുകൊണ്ട് ഞാൻ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക് എടുത്തത് സാധ്യമാക്കി. അല്ല, പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ജപ്പാനിൽ പോയി. ആ സമയത്ത് അന്ന് തൊട്ടാണ് ആ ആഗ്രഹം തീവ്രമായി തുടങ്ങുന്നത് നമ്മൾ. പക്ഷേ ഭാഗ്യവശാൽ എനിക്ക് എന്താണ് കേരളത്തിൻ്റെ തിയേറ്ററിൽ വളരെ കൃത്യമായിട്ട് എൻഗേജ് ചെയ്യാം. പല കപ്പാസിറ്റിയിൽ ഇറ്റ്ഫോക്കിൽ ഈ പറയുന്ന കണക്ക് ടെക്നിക്കൽ ഡയറക്ടറായിട്ട് ഒരു 5 വർഷം. അതെല്ലാം ഇവിടുത്തെ ഒരു തിയേറ്ററിൻ്റെ ബെറ്റർമെൻറ്റ് ആഗ്രഹിച്ചുകൊണ്ടാണ്. എനിക്ക് ഒരു അധ്യാപകനായിട്ട് ഒതുങ്ങിക്കൂടാ. അതല്ല, നമ്മൾ കേരള തിയേറ്ററിൻ്റെ ഒരു ടോട്ടൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അതിനൊരു സ്പേസ് ഉണ്ടാകത്തുള്ളൂ. അത് കേരള തിയേറ്ററിൽ ഈ പറയുന്ന ഇത് ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക്, ഒരു ബെറ്റർ തിയേറ്റർ ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് അത്തരത്തിലുള്ളൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ അത് എന്നെപ്പോലുള്ള ആൾ അത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എത്രത്തോളം ഹെൽപ്ലെസ് ആണെന്ന് ഞാൻ മനസ്സിലാവുന്നത്. കാരണം നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതിനൊക്കെ അപ്പുറത്തേക്കാണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പരിസരവും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും ഇവിടുത്തെ റെഡ് ടേപ്സും ഒക്കെ നമ്മൾ വിചാരിച്ചാൽ മറികടക്കാൻ പറ്റുന്നില്ല. നമുക്ക് ചെറിയ രീതിയിൽ ഇത്തരത്തിൽ ശബ്ദമുയർത്തിക്കൊണ്ടും കോൺട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കാമെന്നുള്ളത് മാത്രമുള്ള പറ്റുമെന്നുള്ളത് ഒരു നിസ്സഹായാവസ്ഥ നമ്മളെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. കാരണം ഇത്രയും കാലമുണ്ട്, 2025 കേരളത്തിൽ മര്യാദയ്ക്ക് നാടകം കളിക്കാമെന്നുള്ള സ്പേസുകൾ രൂപപ്പെട്ടിട്ടില്ല. ആർട്ടിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഓഡിയൻസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, കൺവീനിയൻ്റ് ആയിട്ടുള്ള തിയേറ്റർ സ്പേസുകൾ കേരളത്തിലില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ ട്രാജഡി. അത് പ്രൈവറ്റായിട്ട് ആരെങ്കിലുമൊക്കെ സ്പേസസ് ഉണ്ടാക്കിയതല്ല. അത്തരത്തിലുള്ള 1-2 കക്ഷികൾ ഉണ്ടാക്കുന്നതുകൊണ്ട് അതിപ്പോഴും ആളുകൾ ശ്രമിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ശരിക്കും പബ്ലിക് പ്രോപ്പർട്ടി എന്ന് പറയാവുന്ന രീതിയിലുള്ള ഐഡിയൽ സ്പേസുകൾ നമുക്ക് ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല. 1-2 സ്പേസുകൾ ഇപ്പോൾ സംഗീത നാടകം റീജിയണൽ തിയേറ്റർ പോലുണ്ട്. അതൊന്നും നല്ല സ്പേസാണെന്ന് പറയാൻ പറ്റില്ല. ആകെ 10-600 പേർക്ക് കഷ്ടിച്ചിരിക്കാൻ പറ്റുന്ന, നമുക്ക് സ്റ്റേറ്റിൻ്റെ പ്രൗഡ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു 4-5 തിയേറ്റർ എങ്കിലും കേരളത്തിൻ്റെ പല ജില്ലകളിലായിട്ട് രൂപപ്പെടണം. എന്നാൽ മാത്രമേ ഇതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്, ഒരു സ്ഥിരം നാടകവേദി എന്നുള്ള രീതിയിലുള്ള ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവും. അത് ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു വലിയ ട്രാജഡിയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് കേരളത്തിലേക്ക് തിരിച്ചു വന്നതിൽ ഖേദമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് തിയേറ്ററിൻ്റെ അക്കാഡമിക്സിലും അതോടൊപ്പം തന്നെ പാരലായിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള തിയേറ്റർ പ്രൊജക്റ്റുകളിലും പല കപ്പാസിറ്റിയിൽ ടെക്നിക്കൽ ഡയറക്ടർ എന്നുള്ള രീതിയിൽ, സംവിധായകൻ എന്നുള്ള രീതിയിൽ, ജൂറി എന്നുള്ള രീതിയിൽ, അതിനൊക്കെ വർക്ക്ഷോപ്പുകൾ ഒട്ടനവധി സ്ഥലങ്ങളിൽ ഈ പറയുന്ന കണക്ക് തിയേറ്റർ പഠിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതൊരു വലിയ ഒരു സന്തോഷം നൽകുന്ന കാര്യമായിട്ട് തന്നെ ഞാൻ എടുക്കുന്നുണ്ട്.